ദിവസങ്ങളില് കാണുവാൻ പോകുന്നത്, ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ അതിന് 9-ാമത്തെ വാക്യം, നീ ഭൂമിയെ എന്ത് ചെയ്യുന്നു? സന്ദർശിച്ച് നനയ്ക്കുന്നു. സ്തോത്രം. അപ്പം ഭൂമിയുടെ മേലൊരു സന്ദർശനം ദൈവം ആദ്യം വഹിക്കുന്നു, പിന്നീട് അതിനെ എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു. ആദ്യം എന്തിനാ സന്ദർശിക്കുന്നത്? അതിനെ നനയ്ക്കാൻ വേണ്ടിയാണ്. അടുത്ത വാക്യം വായിക്കുന്നത്, അതേ സ്തോത്രം, നീ അതിനെ അത്യന്തം പുഷ്ടി ഉള്ളതാക്കുന്നു. നോക്കണം, അപ്പൊ ഈ പുഷ്ടി ഒന്ന് പുറത്തു വരുവാൻ വേണ്ടി, പുഷ്ടിയെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം എന്താ ചെയ്യുന്നത്? ആദ്യം സന്ദർശിക്കുന്നു, പിന്നീട് നനയ്ക്കുന്നു. ഈ 2 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പുഷ്ടി പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ പുഷ്ടി പുറത്തു വരുമ്പോൾ നുകത്തിന്റെ കെട്ടുകളെ പുഷ്ടി നിമിത്തം അഴിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ ജനത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം തന്റെ ഭവനങ്ങളിലും സ്വർഗം നല്ല തങ്ങളുടെ ജീവിതത്തിലും സഭയിലും അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്തെടുത്ത് ദൈവിക മാറ്റത്തെ നിവർത്തി ദൈവത്തിന് വേണ്ടി ദേശത്ത് നിർവഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ പ്രസൻസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ആ ദൈവത്തിന്റെ മഹാപുഷ്ടി, അഭിഷേകത്തിന്റെ ആ പുഷ്ടി, സ്തോത്രം, അത് കട്ടകളെ ഉടച്ച് നിരത്തേണ്ടതിനെ നിരത്തി, ഹല്ലേലൂയ, അതിനകത്ത് 30, 60, 100 മേനിയായി ഫലം കായ്ക്കേണ്ട മണ്ഡലങ്ങളിലേക്ക് അതിനെ കൊണ്ടുവന്ന് വീര്യപ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ നിർത്തേണ്ട അഭിഷേകത്തിന്റെ പുഷ്ടി ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി, ഉപവസിക്കുന്ന ജനത്തിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് മഹാ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ സ്തോത്രം. അതുകൊണ്ട് ആ അഭിഷേകത്തിന്റെ പുഷ്ടി നമ്മുടെ മേൽ വന്ന് അത് ഹല്ലേലൂയ സ്തോത്രം വലിയ ഫലം കായ്ക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ, ആത്മീയ അഭിവൃദ്ധിയുടെ മണ്ഡലങ്ങളിൽ നമ്മെ നിർത്തുവാൻ, 1000 മുഴം കൂടെ വീണ്ടും അളന്നിറങ്ങിക്കൊണ്ട് നീന്തിട്ടില്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിന്റെ പദ്ധതികൾ ജീവിതത്തിൽ സ്ഥാപിതമാക്കുവാനുള്ള ഒരു ആത്മപ്രവാഹത്തിന് വേണ്ടി ദൈവം നമുക്ക് ഈ ദിവസം കാത്തിരിക്കാം. ഹല്ലേലൂയ. അതിന്റെ ചലനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെതായ അഭിഷേകത്തിന്റെ ഒഴുക്കുകളും ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അത് വേണ്ടുവോളം പ്രാപിച്ചെടുത്തോണം. അതിൽ നാം മടിയുള്ളവരായി മാറി നിൽക്കരുത്. ഹല്ലേലൂയ. അതിൽ നാം അശ്രദ്ധരായി മാറിപ്പോകരുത്. ദൈവം നമ്മുടെ മുൻപാകെ തന്നിരിക്കുന്ന ദിവസങ്ങൾ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കി ഓരോ ആരാധനകളിലും ഓരോ സെക്ഷനുകളിലും ദൈവത്തിന് വലിയ ഷെക്കേനെ ഇറക്കിക്കൊണ്ട് ഇടിക്കേണ്ടതിനെ ഇടിച്ചും നിരത്തേണ്ടതിനെ നിരച്ചും അഴിക്കേണ്ടതിനെ അഴിച്ചും പണിയേണ്ടതിനെ പണിതും കെട്ടേണ്ടതിനെ കെട്ടിയും ദൈവത്തിന്റെ മഹാപദ്ധതികൾ തന്റെ ജനത്തിന് വേണ്ടി ദൈവം ചെയ്തെടുക്കുന്നുവെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ന്നിരുന്ന് പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഉപവാസ പ്രാർത്ഥനയോടെ ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഇതിന്റെ ആരംഭ ദിവസം മുതൽ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് മറുപടി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളായി നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. പ്രിയ പുഷ്പിയാനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. കണ്ണുനീരൊഴുക്കിയാൽ അതിനൊരു മറുപടി ഉണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അനുഭവത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയും? കരഞ്ഞാൽ ഒരു മറുപടി ഉണ്ട്. കരയുന്ന കാക്ക കുഞ്ഞിന് അതാതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം പറയുന്നത്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ വൈദ്യനെ, നീ അപ്പത്തിന്റെ ബാലപീഠത്തിലിരുന്ന് നീ ഒരു കണ്ണിനെ ഒഴുക്കിയാൽ അതിനെ തുരുത്തിക്കകത്താക്കി വെച്ച് ആ തുരുത്തിക്കകത്തേക്ക് ആക്കിയെന്ന് തുരുത്തി ദൂരന്മാർ സ്വർഗത്തിൽ എത്തിച്ച് അതിൽ ധൂമയാസത്തിൽ തീയിട്ട് ഭൂമിയിലേക്ക് അതിനെ എറിഞ്ഞ് അതിന് തടസ്സമായുള്ള മണ്ഡലങ്ങളെ വെട്ടിയിട്ട് കഴിക്കേണ്ടതിനെ കഴിച്ച് ദൈവിക പദ്ധതികൾ ദേശത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അടുപ്പിച്ചടിപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ ജോയിച്ചാനോട് വ്യക്തിപരമായി സംസാരിച്ചു. ആദ്യ ദിവസങ്ങളിൽ ആരാധനാ മധ്യത്തിൽ തന്റെ ചെവിയിൽ കടന്നുപോയി
അതേ സ്തോത്രം കർത്താവിന്റെ ഒരു ആലോചന പറഞ്ഞു, നിന്റെ മേൽ അതേ സ്തോത്രം അറ്റാക്ക് പോലുള്ള ചില പ്രതിസന്ധികൾ വരുവാൻ പോകുന്നു. അതേ സ്തോത്രം പ്രാർത്ഥിച്ചോണം, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചോണം. ചെവിയിൽ പറഞ്ഞ് ആ ദൂത് കൊടുത്ത് വിട്ടു. അടുത്ത് നിന്ന സജി ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനൊരു ദൂത് പറയുന്നത് ഞാൻ കേട്ടു, പ്രാർത്ഥിക്കണം. തിരിച്ചു പോകാൻ നേരം അച്ചായൻ പറഞ്ഞു, അതേ സ്തോത്രം ദൈവം ഇങ്ങനെ ഒരു വന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഇനി ഒരു ഡയറ്റ് നോക്കും. കാരണം പുള്ളിക്കാരൻ കൊളസ്ട്രോൾ ഉണ്ട്, അത് വേറെ ആർക്കും അറിയത്തില്ല, പുള്ളിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇനി പറഞ്ഞു ഞാൻ ഡയറ്റ് നോക്കിക്കോളാം. സ്തോത്രം. പിറ്റേ ദിവസം വന്നു, പരസ്യമായ ദൈവത്തിൻ്റെ ദൂത് വീണ്ടും പ്രിയപ്പെട്ടവനെ കേൾപ്പിക്കാനിടയായി. അതേ സ്തോത്രം. ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും, അല്ലേ സ്തോത്രം എന്ന മറുപടിയുമായി തന്നെ അതും കേട്ട് മടങ്ങിപ്പോയി. എന്നാൽ വ്യത്യസ്തരായ ദൈവദാസന്മാരെ അയച്ച് ദൈവം ചെയ്തവർക്കുള്ള പ്രവർത്തികൾ ചെയ്തെടുക്കേണ്ടതിന്, അതേ ദൂതുകൾ ഏറ്റെടുക്കേണ്ടതിന് വീണ്ടും കൊടുത്ത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവാലോചനകൾ നാം കേൾക്കുമ്പോൾ അതിനോട് നാം ഒരു സംശയമോ മറ്റു തരത്തിലൊരു ചിന്തയോ നമ്മുടെ ജീവിതത്തിൽ വരാതെ ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുത്ത്, സമർപ്പിക്കേണ്ടതിനെ സമർപ്പിച്ച്, കളയേണ്ടതിനെ കളഞ്ഞ് ദൈവിക വചനത്തിന് വിശുദ്ധിയിലും ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിന് നാശവും നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുവാൻ പിശാച് വെച്ചിരിക്കുന്ന പദ്ധതികളെ തട്ടിത്തെറിപ്പിച്ച് ഒരു വിടുതലിലേക്ക് നമ്മെ നയിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നത്. എന്നാൽ ഇന്നലെ നമ്മൾ കേട്ടു, ഒരു ദൂത് കേട്ടാൽ വെളിപ്പെടണമെങ്കിൽ, കൃപ പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഭൗതിക മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ഡെലിവറൻസ്, ബ്രേക്ക് ത്രൂ സംഭവിക്കണമെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള ഭൗതികമായ നന്മകളുടെ ദശാംശം വേർതിരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മാസങ്ങൾ എണ്ണി, ഡേറ്റുകൾ എണ്ണി ദൈവം പറഞ്ഞാലും ഒരുക്കപ്പെട്ട ഹൃദയത്തോടും പ്രാർത്ഥനയോടും ജീവിതത്തിൽ അതിനുവേണ്ടി കാത്തിരുന്ന് സമർപ്പിച്ച് ആ ദൈവിക വിടുതൽ ഏറ്റെടുക്കുവാൻ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ച്, ഇടിഞ്ഞു കിടക്കേണ്ടതിനെ അല്ലെങ്കിൽ പണിയേണ്ടതിനെ പണിത് ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെയും നാം കേട്ടു, ദൂത് അവിടെ കിടക്കും, കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം അവിശ്വസ്തനാകുന്നുവെന്നല്ല, മറിച്ച് ദൈവം വിശ്വസ്തനാണ്. ദൂതിനോടൊപ്പം ദൈവം പറഞ്ഞ അതൊരു കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷൻ ഏറ്റെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ ആ ദൂത് ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. അതുകൊണ്ട് ദൈവിക ദൂതുകൾ വചനത്തിലൂടെയാകട്ടെ, പ്രവചനത്തിലൂടെയാകട്ടെ, ആരാധനാ മധ്യത്തിലാകട്ടെ, അതേ സ്തോത്രം അത് നിറവേറുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വിധേയപ്പെട്ട് ഏൽപ്പിക്കേണ്ടതിനെ ഏൽപ്പിച്ച്, ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കേണ്ട മണ്ഡലങ്ങളിൽ സമർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ആ ദൈവിക പദ്ധതികൾ ചെയ്തെടുക്കേണ്ടതിന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിശാച് അതേ കൊണ്ടുവരുമെന്നും അപകടം വരുത്തുമെന്നും പറഞ്ഞ പല മണ്ഡലങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മുട്ടിപ്പായി സഭ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. മുട്ടിപ്പായി സഭ പ്രാർത്ഥിച്ചോണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസ് നമ്മുടെ ഇടയിൽ കടന്നു വന്ന്, ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നു, രക്തം കാണും, പക്ഷെ മരണം സംഭവിക്കുകയില്ല, സഭ പ്രാർത്ഥിച്ചോണം, വിടുവിക്കുമെന്ന് പറഞ്ഞ് ഒരു ദൂത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ആ ദിവസങ്ങളെല്ലാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ സഭയിൽ അത് സംഭവിച്ചില്ലെങ്കിൽ പോലും പിന്നീട് കേംബ്രിഡ്ജിൽ സംഭവിച്ച ഒരു സംഭവം നമുക്കറിയാം. വണ്ടി കയറി ഇറങ്ങി, രക്തം ധാരധാരയായി ഒഴുകി, മരിച്ചുവെന്ന് ഹല്ലേലൂയ സ്തോത്രം തോന്നത്തക്ക നിലയിൽ അദ്ദേഹത്തെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനും പോയി കണ്ടതാണ്. നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയും കൂടെ ആയതുകൊണ്ട് ഹല്ലേലൂയ ദുഃഖവും പ്രയാസവും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. എന്നാൽ പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ ഇടയിൽ അത് വരാതെ, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി ഹല്ലേലൂയ അനുസരിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ആ ദൈവ മനുഷ്യനെയും ദൈവം വിടുവിപ്പാനിടയായി. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ആ സഭയുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി താൻ കൊതിച്ച് കർത്താവിനെ സാക്ഷീകരിപ്പാനായി വീൽ ചെയറിൽ വന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്ഥലത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവനെ കണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിപ്പാനിടയായി. പ്രാർത്ഥിച്ചാൽ അനർത്ഥം മാറിപ്പോകും. ഹല്ലേലൂയ. ഒരു ദൂത് കേട്ട് ഭയപ്പെടുവാനല്ല, ദൈവത്തിൽ താന്നിരിപ്പാൻ വേണ്ടിയാണ്. ദൈവത്തിന് വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പദ്ധതി ഉള്ളത് കൊണ്ടാണ് സ്പഷ്ടമായി ദൈവം അതിന്റെ മേൽ ആലോചന അറിയിച്ച് നീക്കവുകൾ വരുത്തുവാനുള്ള ഹല്ലേലൂയ കാരണങ്ങളും വഴികളും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവവൈതലെ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ തിരസ്കരിച്ചോ വിമർശിച്ചോ പുറകിലെറിഞ്ഞു കഴിഞ്ഞ് വെറുതെ നാം പോകരുത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് ഉവ്വേ ഉവ്വേ എന്നാണ്.
ഹല്ലേലൂയ. അവനൊരു സത്യം ചെയ്താൽ, അവനൊരു ദൂത് പറഞ്ഞാൽ മാറുകയില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തമാകട്ടെ, ആലോചനയാകട്ടെ, അത് സംഭവിക്കും എന്ന ദൈവഹിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കാക്കി ദൈവം തീർക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. Praise the Lord. ആ ദൈവകരങ്ങളിൽ നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദൈവം ചെയ്തെടുക്കട്ടെ. അതേ സ്തോത്രം. ഈ പ്രബോധനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.